ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചട്നിമാമി റെസ്റ്റോറൻറ്റിലാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് ഇവിടേക്ക് ഒന്ന് കണ്ടാലോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞങ്ങളിപ്പോൾ 3-4 വട്ടമായിട്ട് ഇവിടെ വരികയാണ് കേട്ടോ. ഞങ്ങൾ ഇലയിലെ ഊണ് കഴിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. 3 തരം പായസമൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഞങ്ങളിത് ഫാമിലി ആയിട്ടാണ് കിളിമാനൂരിലുള്ള പ്രശസ്തമായ ചട്നിമാമി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നത്. അവിടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു ബോർഡൊക്കെ എഴുതുക. ഇതാണ് കേട്ടോ ഹോട്ടലിലേക്കുള്ള എൻട്രി. പുറത്ത് തന്നെ നല്ല അടിപൊളി പാർക്കിംഗ് ഏരിയകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ചെടികളും പച്ചപ്പൊക്കെ ആയിട്ട് ഒരു റിസോർട്ട് ലുക്കിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. വഴിയിലുടനീളം വലിയ മൺകൂജകളും ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ കാണാം. കുട്ടികൾക്ക് ഫാമിലികൾക്കൊക്കെ ഒരുപോലെ വന്നിരിക്കാൻ പറ്റും. നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. പുറത്തുതാ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഹട്ട്, നല്ല സ്റ്റൈൽ ഇരിപ്പിടങ്ങളും വലിയ ടേബിളും ഒക്കെ ആയിട്ടിട്ടുണ്ട്. നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കൊണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല രസമായിരിക്കും. ഈ പച്ചപ്പിനൂടെ ഇടയിലൂടെ വേണം നമ്മൾ നടന്ന് മെയിൻ ഡൈനിങ് ഹാളിലെത്താൻ. അതിൻ്റെ റൈറ്റ് സൈഡിലും വഴിയുണ്ട്, ലെഫ്റ്റ് സൈഡിലുണ്ട്. ഞങ്ങളാണെങ്കിൽ ഇന്ന് ഇവരുടെ തന്നെ നോൺ വെജ് റെസ്റ്റോറൻറ്റ് റൈറ്റ് സൈഡിൽ ഹാപ്പിക്കോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതായത് വഴിയോരക്കടയിൽ നിന്ന് ഫുഡ് കഴിച്ചവരൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? തിരുവനന്തപുരം, കൊല്ലം ജില്ലയിൽ നിന്നൊന്നും കഴിക്കാത്തവരെന്തായാലും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ അവിടുത്തെ എൻട്രൻസിൽ തന്നെ വലിയൊരു മണിയൊക്കെ ഇട്ടിട്ടുണ്ടോ. ലക്ഷ്മിയെ പോയിട്ട് ആ മണിയൊക്കെ അടിച്ചു. ആ മണി അടിക്കുമ്പോൾ തന്നെ നമ്മൾ ചട്നിമാമിയൊക്കെ ഇറങ്ങി വരും. ഇതാണ് ചട്നിമാമിയുടെ ലോഗോ. നല്ല സ്റ്റൈലിലാണ് ചട്നിമാമിയുടെ ലോഗോ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി അവിടെ പോയി ആ ബെല്ലടിച്ചപ്പോഴത്തേക്കും നമ്മുടെ സുന്ദരിയായ ചട്നിമാമി വന്നവിടെ തിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് എന്ത് പോയാലും ചട്നിമാമീനെ അവിടെ കാണാൻ പറ്റും. നല്ല സൗഹൃദപരമായ പെരുമാറ്റമാണ് കേട്ടോ അവരുടെ. അങ്ങനെ അവർ നമ്മളെ അകത്തോട്ട് വെൽക്കം ചെയ്യുകയാണ് കേട്ടോ. അകത്തെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോൾ വലിയൊരു ഹാളാണ് കേട്ടോ. ചുവരിലൊക്കെ നല്ല കളർഫുള്ളായ പിക്ചറുകളുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് കളേഴ്സിൽ മുളകിൻ്റെ ഒരു ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിൽ ഒരു കോർണറിൽ പോയിരുന്ന്. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ നല്ല ആംബിയൻസ് ആണ് കാണാനായിട്ട്. അപ്പോൾ ദാ നമ്മുടെ ടേബിളിലോട്ട് തന്നെ നല്ല ആദ്യം ഫ്രഷ് ഇല എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല സ്മാർട്ടാണ് കേട്ടോ. നല്ല സ്പീഡിലാണ് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പിന്നെ അവർ നല്ല കമ്മ്യൂണിക്കേഷനാണ്. നല്ലതായിട്ട് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഇലയൊക്കെ കയ്യിലെടുത്ത് വറുത്ത് വെച്ചത് ആ ചോറിനുള്ള കാത്തിരിപ്പാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ നമുക്ക് അവർ ഓരോ സാധനങ്ങളും വിളമ്പിത്തരാൻ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ നമുക്കവർ ഉപ്പാണ് വിളമ്പിയത്. അങ്ങനെ ആ സൈഡിൽ നിന്ന് വേറൊരു ചേച്ചി നല്ല ചൂടുവെള്ളം നമുക്ക് കുടിക്കാനായിട്ട് അവിടെ കൊണ്ട് വെച്ചു. നല്ല ടേസ്റ്റുള്ള ചൂടുവെള്ളമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർ വിളമ്പുന്ന രീതിയും മറ്റും നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ് അവിടെ. അങ്ങനെ നൈൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ നിയാസിക്ക പതുക്കെ പുറത്തോട്ട് പോയി. അങ്ങനെ പപ്പടം വന്നു, അച്ചാറുകൾ വന്നു. അങ്ങനെ ഓരോന്നും അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെർവ് ചെയ്യുന്ന രീതി തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്ന് തോന്നും കേട്ടോ. അത്ര ഭംഗിയായിട്ടാണ് അവർ നമുക്ക് തരുന്നത്. അങ്ങനെ ആ ബ്രദർ വന്നിട്ട് നമുക്ക് കൂട്ടുകറികളും തോരനും അച്ചാറും ഒക്കെ ഇട്ട് തരാൻ തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ വാപ്പായും ഉമ്മായും അവിടെ ഇരുന്നിട്ട് ഉപ്പേരിയും ചിപ്സും പപ്പടമൊക്കെ അങ്ങ് കഴിക്കാൻ തുടങ്ങി. എല്ലാവർക്കും വിശന്നു എന്ന് തോന്നുന്നു. അപ്പം ഞാനാണെങ്കിൽ അവിടെ നിന്ന് സെൽഫി എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നഷ്മി അമ്മ ഓടി വന്നിട്ട് എൻ്റെ കൂടെ നിന്നിട്ട് ഞാനും കൂടെ ഉണ്ടെന്ന് മുന്നിട്ട് ഇരുന്നു. അങ്ങനെ ഞാൻ സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ നമുക്ക് ഞങ്ങൾ അവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവർ നമുക്ക് ഫുഡ് കൊണ്ടേ വിളമ്പിത്തന്നാലും എപ്പോഴും അവർ നമ്മുടെ ചുറ്റിലുണ്ടായിരിക്കും. ഇനി എന്ത് വേണം എന്നുള്ള രീതി ചോദിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ അവർ എപ്പോഴും നമ്മുടെ ചുറ്റിലുണ്ടായിരിക്കും കേട്ടോ. നമ്മളൊരു ബോറടിപ്പിക്കില്ല. നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിനും. അങ്ങനെ ഫൈനലി നമ്മുടെ ചോറ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള എത്ര ചോറാണെങ്കിലും കറിയാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കവർ തരും കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരാളല്ല സെർവ് ചെയ്യാൻ വരുന്നത്. മിനിമം ഒരു 5 പേരെങ്കിലും നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ ചുറ്റിലും അവരുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ഫുഡിൻ്റെ ഒരു പിക്ചറൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്.
അങ്ങനെ അവസാനം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പ്രഥമൻ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ പ്രഥമൻ പപ്പടവും പഴവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിക്കാതിരിക്കുകയാണ്. പിന്നെ അപ്പുറം നൈലൂനാണെങ്കിൽ 2 ബൗൾ പായസം കൊടുത്തു. നിയാസിക്ക പിന്നെ ഡയറ്റായാണ്, ഫുഡൊന്നും കഴിക്കാറില്ല ഉച്ചയ്ക്ക്. അത് കാരണം നിയാസിക്ക ഫുഡ് കഴിച്ചില്ല. നൈലു ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിയൊക്കെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഉമ്മായും വാപ്പായൊക്കെ പ്രഥമൻ കഴിച്ചു കഴിഞ്ഞു, ഞാനും കഴിഞ്ഞു. അവസാനം പിന്നെ ബോളിയും പാൽപ്പായസവും കൊണ്ടുവന്നു കേട്ടോ. തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ ഈ ബോളിയും പാൽപ്പായസത്തിനെയും കുറിച്ച്. ഇത് വളരെ ഫേമസ് ആണ് കേട്ടോ. തിരുവനന്തപുരത്തൊക്കെ വരുന്നവർ എന്തായാലും ബോളിയും പായസമൊക്കെ കഴിക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ ഒരു വട്ടം വന്ന് എന്തായാലും വീണ്ടും വീണ്ടും വരാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മൾ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മനസ്സും വയറും നിറച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വയറ് നിറയെ നല്ല നാടൻ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരികെ വണ്ടിയിലോട്ട് കയറി ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്തായാലും കിളിമാനൂർ പോകുന്നവർ മസ്റ്റ് ഇവിടെ ചട്നിമാമി റെസ്റ്റോറൻറ്റിൽ കയറണം കേട്ടോ, അത്രയ്ക്ക് സൂപ്പറാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ കൂടെ പോകാം കേട്ടോ. ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ വീണ്ടും പറയാണ്, എന്തായാലും കിളിമാനൂർ വഴി പോകുന്നവർ ഫാമിലിയോടൊപ്പം കയറാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ചട്നിമാമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.